ഏതായാലും നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ തവണ കുറ്റ്യാടി സീറ്റ് വിട്ടു നൽകാൻ ഇടതുമുന്നണി തീരുമാനിച്ചിരുന്നെങ്കിലും ശക്തമായ പ്രാദേശിക എതിർപ്പിനെ തുടർന്നാണ് ആ തീരുമാനം മാറ്റേണ്ടി വന്നത്. CPM-ന്റെ സംഘടനാ ചരിത്രത്തിൽ തന്നെ അപൂർവമായിരുന്നു അത്തരം ഒരു തീരുമാനം. ഇത്തവണയും പാർട്ടി ചിഹ്നത്തിൽ തന്നെ സ്ഥാനാർത്ഥി മതിയെന്നാണ് ജില്ലാ പ്രാദേശിക നേതൃത്വങ്ങളുടെ നിലപാട്. അർജുൻ കല്യാടാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. അർജുൻ, ഏറ്റവും പ്രധാനപ്പെട്ട 2 മണ്ഡലങ്ങൾ കുറ്റ്യാടിയും പേരാമ്പ്രയും അധികമായി ചോദിക്കാമെന്നതാണ് തീരുമാനമായി വരുന്നത്. പക്ഷെ നമുക്കറിയാം കുറ്റ്യാടി സീറ്റിലെ കാര്യം അത് വിട്ടു നൽകാൻ തീരുമാനിച്ചതാണ്. പക്ഷേ പ്രാദേശികമായി വലിയ എതിർപ്പാണ് നേരിടേണ്ടി വന്നത്. ഇത്തവണയും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ സാഹചര്യം? വിനീത, തീർച്ചയായിട്ടും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് കേരള കോൺഗ്രസ് എമ്മുമായി LDF-ൽ ഒരു സീറ്റ് ധാരണ ഉണ്ടായ ഘട്ടത്തിൽ ആദ്യം കുറ്റ്യാടി സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് നൽകിയതാണ്. അവിടെ അതിന്റെ പ്രാരംഭ നടപടികൾ കേരള കോൺഗ്രസ് എം നടത്തുന്നതിനിടയിലാണ് അസാധാരണമായി തന്നെ CPIM-ന്റെ നേതൃത്വത്തിൽ CPM പ്രവർത്തകർ തെരുവിലിറങ്ങി നേതൃത്വത്തിനെതിരെ വലിയ മുദ്രാവാക്യങ്ങളും പ്രകടനങ്ങളും ഒക്കെ നടക്കുന്നത്. അങ്ങനെയാണ് പിന്നീട് അതൊരു ഗത്യന്തരമില്ലാത്ത സാഹചര്യത്തിൽ മാത്രമാണ് ഒരു പാർട്ടിക്ക് മുന്നണി നൽകിയിട്ടുള്ള ഒരു സീറ്റ് തിരിച്ചെടുത്തുകൊണ്ട് അവിടെ CPIM-ന്റെ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന നടപടികളൊക്കെ ഉണ്ടായിട്ടുള്ളത്. മുൻപ് VS അച്യുതാനന്ദന് സീറ്റ് നൽകാത്ത ഘട്ടത്തിലാണ് CPIM പ്രവർത്തകർ ഇത്തരം ഒരു പ്രതിഷേധം തെരുവിലിറങ്ങി നടത്തിയതെങ്കിൽ അതിന് സമാനമായ രീതിയിൽ തന്നെ ഒരു മണ്ഡലത്തിൽ കുറ്റ്യാടിയിൽ KP കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്റർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോയത്. അങ്ങനെയാണ് പിന്നീട് ആ കേരള കോൺഗ്രസ് എമ്മിന്റെ സീറ്റ് പിന്നീട് CPIM വാങ്ങുകയും അതിന് പകരമായി അവർക്ക് മറ്റ് സീറ്റുകളൊന്നും ആ ഘട്ടത്തിൽ നൽകിയിരുന്നില്ല. എന്നാൽ പിന്നീട് ആ സീറ്റിൽ CPIM-ന്റെ പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുകയും അവർ MLA ആയി മാറുകയും ചെയ്തത്. അതും 333 വോട്ടുകൾക്ക് മാത്രമാണ് KP കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്റർ വിജയിച്ചതെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇത്തരം ഒരു പരസ്യ പ്രതിഷേധമൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും നിഷ്പക്ഷമായി ചിന്തിക്കുന്ന വോട്ടർമാർക്കിടയിൽ ചില സ്വാധീനങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയാറുണ്ട്. എന്നാൽ അത്തരം സ്വാധീനങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് 333 വോട്ടുകൾക്ക് KP കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്റർ അവിടെ നിന്ന് മത്സരിച്ച് MLA ആവുന്നു. ഇത്തവണയും ഇത്തരമൊരു അധിക സീറ്റ് ആവശ്യവുമായി കേരള കോൺഗ്രസ് എത്തുമ്പോൾ ഈ സീറ്റ് ഏതെങ്കിലും തരത്തിൽ നൽകുമോ എന്നുള്ളൊരു ആശങ്ക ഇവിടെയുള്ള പ്രാദേശിക പാർട്ടി പ്രവർത്തകർക്കിടയിലുണ്ട്. പക്ഷേ എന്നാലും മൊത്തത്തിൽ സംസ്ഥാന അടിസ്ഥാനത്തിൽ പരിഗണിക്കുമ്പോൾ അങ്ങനെ ഒരു ആവശ്യത്തിന് പരിഗണന നൽകില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത്തവണയും കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്റർ മത്സരിക്കുമെന്നുള്ളതാണ് മത്സരിക്കണമെന്നുള്ളതാണ് പ്രാദേശിക CPIM നേതാക്കളുടെയും പ്രാദേശിക പ്രവർത്തകരുടെയും ഒക്കെ ഒരു വികാരം. ആ വികാരത്തിനോടൊപ്പം തന്നെ പാർട്ടിയുടെ ജില്ലാ സംസ്ഥാന നേതൃത്വം നിൽക്കുമെന്നുള്ള ആത്മവിശ്വാസം കൂടി അവർ പങ്കുവെക്കുന്നുണ്ട്. വിനീത, ശരി.